ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ മൊഡ്യൂൾ 4 തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഈ ഒരു ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, the main content of a fuel are. The main content of fuel. ഫ്യൂവലിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫ്യൂവൽസിന്റെ ബേസിക്സ് വരുന്നത് ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് റിലീസ് എനർജി ഓൺ കമ്പഷൻ. ബേൺ ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂവൽസ് എന്ന് പറയുന്നത്. The main elements responsible for heat generation in fuels are those that react strongly with oxygen. ഓക്സിജനുമായിട്ട് അഫിനിറ്റി ഉള്ള അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, മെയിൻ എലമെന്റ്സ്. മെയിൻ എലമെന്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റ് ജനറേഷൻ ഇൻ ഫ്യൂവൽസ് ആർ ദോസ് ദാറ്റ് റിയാക്ട് സ്ട്രോങ്ലി വിത്ത് ഓക്സിജൻ. ഓക്സിജനായിട്ട് സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മള് ഹീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് കമ്പഷൻ കാർബൺ ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് പ്രൊഡ്യൂസസ് മേജർ ഹീറ്റ് ഡ്യൂറിങ് കമ്പഷൻ ആൻഡ് ഹൈഡ്രജൻ ഫോംസ് വാട്ടർ ആൻഡ് ഓൾസോ ഗീവ്സ് ഹൈ കലോറിഫിക് വാല്യൂ. അപ്പോൾ ബേണിങ്ങിനിടയിൽ അല്ലെങ്കിൽ കമ്പഷനിടയിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ടും അതുപോലെ തന്നെ ഹൈഡ്രജൻ വാട്ടർ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ ആൻഡ് സൾഫർ ആർ ഐദർ പാർഷ്യലി ഓക്സിഡൈസ്ഡ് ഓർ കോൺട്രിബ്യൂട്ട് ലെസ്. അപ്പോൾ മെയിനായിട്ട് ഫ്യൂവലിൽ വരുന്ന മെയിനായിട്ടുള്ള കോൺട്രിബ്യൂട്ടിങ് എലമെന്റ്സ് എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും ആണ്. അതാണ് മേജറായിട്ട് എന്ത് ചെയ്യുന്നത്, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള സൾഫറും ഇതെല്ലാം എന്താണ്, പാർഷ്യലി ഓക്സിഡൈസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മെയിൻ കണ്ടന്റ് ഓഫ് എ ഫ്യൂവൽ ആർ. ഓപ്ഷൻ ഡി കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോംബ് കലോറിമീറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. ബോംബ് കലോറിമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോവർ കലോറിഫിക് വാല്യൂ ആണോ, ഹയർ കലോറിഫിക് വാല്യൂ, സ്പെസിഫിക് ഹീറ്റ് ആണോ? ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ബോംബ് കലോറിമീറ്റർ എന്ന് നോക്കാം. A bomb calorimeter is used to measure the heat released during complete combustion of a fuel at constant volume. ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ് റിലീസ്ഡ് ഡ്യൂറിങ് കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എ ഫ്യൂവൽ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മുഴുവനായിട്ടുള്ള ഹീറ്റ് റിലീസ് ചെയ്തിട്ട് മുഴുവൻ ഹീറ്റ് അല്ലെങ്കിൽ മെഷർ ദി ഹീറ്റ് റിലീസ്ഡ്, കംപ്ലീറ്റ് ഹീറ്റ് റിലീസ്ഡ് ഡ്യൂറിങ് കമ്പഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് ബോംബ് കലോറിമീറ്റർ. When a fuel burns, heat is released and water is also formed during combustion because hydrogen present in the fuel react with oxygen. അതായത് ഫ്യൂവലിൽ ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു, വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെ. ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യുകയും അതനുസരിച്ച് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോം ആവുന്നുണ്ട്. This water is produced as steam or vapor at high temperature. ഹൈ ടെമ്പറേച്ചറിൽ ഈ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് സ്റ്റീം ആയിട്ടോ അല്ലെങ്കിൽ വാട്ടർ വേപ്പറോ ആയിട്ടോ ആണ്. ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ വാട്ടർ ഫോംഡ് ഈസ് കണ്ടൻസ്ഡ് ഓർ നോട്ട്, വി ഡിഫൈൻ ദ ഹയർ കലോറിഫിക് വാല്യൂ ഓർ HCV ആൻഡ് ലോവർ കലോറിഫിക് വാല്യൂ ഓർ LCV. അതായത് ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള വാട്ടർ സ്റ്റീം ആയിട്ടാണോ, ഈ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്താണ് കണ്ടൻസ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നനുസരിച്ച് നമുക്ക് അതിനെ ഹൈ കലോറിഫിക് വാല്യൂ ലോ കലോറിഫിക് വാല്യൂ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം. ഹയർ കലോറിഫിക് വാല്യൂ ഓർ HCV gives the total heat released during combustion which includes latent heat of steam, that is water formed is condensed and is measured using bomb calorimeter. Higher calorific value എന്ന് പറയുന്നത് എന്താണ്? It is actually giving the total heat released during combustion including the latent heat of condensation. അതായത് ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി
there exists the latent heat of condensation. അപ്പോൾ ആ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷനെയും കൂടി അക്കൗണ്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന ടോട്ടൽ ഹീറ്റ് ആണ് ഏത് ഹയർ കലോറിഫിക് വാല്യൂ ആൻഡ് ഈസ് ഓൾവേസ് മെഷേർഡ് യൂസിങ് ബോംബ് കലോറിമീറ്റർ. Whereas in the case of lower calorific value or LCV keeps the useful heat available which excludes the latent heat of steam. That is, in that case water remains as vapor and is always less than a higher calorific value or HCV. Lower calorific value നമ്മൾ ഈ ലേറ്റന്റ് ഹീറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസിൽ വാട്ടർ ഈസ് റിമൈനിങ് ആസ് സ്റ്റീം ഓർ വേപ്പർ ഇറ്റ്സെൽഫ്. വാട്ടർ സ്റ്റീമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അതുകൊണ്ട് അവിടെ കണ്ടൻസേഷൻ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് കണ്ടൻസേഷൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഫുൾ ഹീറ്റ് അവൈലബിൾ. അത് മാത്രമേ ലോവർ കലോറിഫിക് വാല്യൂ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ്ഫുൾ ഹീറ്റ് അവൈലബിൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ LCVയുടെ വാല്യൂ ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി HCV. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബോംബ് കലോറിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, ഹയർ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if mg represents mass of dry steam and mf represents mass of water in suspension, dryness fraction of steam, അതായത് mg എന്ന് പറയുന്നത് ഡ്രൈ സ്റ്റീമിന്റെ മാസും mf എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ ഇൻ സസ്പെൻഷനും ആണെങ്കിൽ നമ്മൾ സ്റ്റീമിന്റെ ഡ്രൈനെസ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇപ്പൊ എന്താണ് ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് നോക്കാം. ഡ്രൈനെസ് ഫ്രാക്ഷൻ ഓഫ് സ്റ്റീം is the ratio of mass of dry steam to total mass of moisture. Moisture എന്ന് പറയുമ്പോൾ dry steam plus water droplets. അതായത് mass of dry steam to total mass of the mixture. Mixture എന്ന് പറയുമ്പോൾ wet steam plus dry steam. mg is equal to mass of dry steam and mf is equal to mass of water in suspension. അതായത് വാട്ടർ വേപ്പർ മിക്സ്ചറിൽ മാസ് ഓഫ് ഡ്രൈ സ്റ്റീം ടു ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ ആണ് എന്ത്? ഡ്രൈനെസ് ഫ്രാക്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ x. ഡ്രൈനെസ് ഫ്രാക്ഷൻ റെപ്രസെന്റ്സ് ഹൗ മച്ച് ഓഫ് ദ മിക്സ്ചർ ഈസ് ഡ്രൈ സ്റ്റീം. ഇപ്പോൾ ഡ്രൈനെസ് ഫ്രാക്ഷൻ 0.7 എന്ന് പറഞ്ഞാൽ 70% ഡ്രൈ സ്റ്റീമും 30% മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടറുമാണ്. അല്ല, ഡ്രൈനെസ് ഫ്രാക്ഷൻ 0.5 എന്ന് പറയുമ്പോൾ 50% ഡ്രൈ സ്റ്റീമും 50% വാട്ടറാണ്. ഓക്കെ, സോ ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡ്രൈ സ്റ്റീമിന്റെ പോർഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ mg ഡിവൈഡഡ് ബൈ mg പ്ലസ് mf ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂപ്പർ ഹീറ്റിംഗ് ഓഫ് സ്റ്റീം ബിഫോർ എൻറ്ററിംഗ് ഫോർ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഇൻ റാങ്കൈൻ സൈക്കിൾ. എന്താണ് സൂപ്പർ ഹീറ്റിംഗ്? എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസിങ് വർക്ക് ഡൺ ആണോ? നെറ്റ് സൈക്കിൾ എഫിഷ്യൻസി ഇൻക്രീസ് ആണോ? അതല്ല ബോത്ത് എ ആൻഡ് ബി ആണോ എന്നാണ് ചോദ്യം. The basic Rankine cycle is often modified to improve the efficiency, work output and reduce moisture at turbine exit. ബേസിക് റാങ്കൈൻ സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പല രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഈ മോഡിഫിക്കേഷന്റെ എല്ലാം പർപ്പസ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി, വർക്ക് ഔട്ട്പുട്ട് ആൻഡ് റെഡ്യൂസ് ദ മോയ്സ്ചർ അറ്റ് ദ ടർബൈൻ എക്സിറ്റ്. അപ്പോൾ മേജർ ആയിട്ടുള്ള വേരിയേഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് സൂപ്പർ ഹീറ്റഡ് റാങ്കൈൻ സൈക്കിൾ. സ്റ്റീം ഈസ് heated above the saturation temperature before the turbine which improves the quality of expansion. അതായത് ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീം ഈസ് ഹീറ്റഡ് above the saturation temperature which improves the quality of expansion. അല്ലെ, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന above saturation temperature ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്രൈനേജ് ഫ്രാക്ഷൻ എന്ത് ചെയ്യും? എന്നുകൂടെ ഇംപ്രൂവ് ആവും. ഇൻക്രീസിങ് വർക്ക് ആൻഡ് എഫിഷ്യൻസി. സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ വർക്ക് ആൻഡ് എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ആൾസോ റെഡ്യൂസസ് ദ മോയ്സ്ചർ കണ്ടന്റ്. അല്ലെ, ഇപ്പൊ എന്തെങ്കിലും നമ്മൾ സാച്ചുറേഷൻ ലെവൽ കഴിഞ്ഞിട്ടും എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് അതിനകത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഈ സൂപ്പർ ഹീറ്റിംഗ് വഴി നമുക്ക് ബാക്കിയുള്ള മോയ്സ്ചറും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ, റെഡ്യൂസസ് ദ മോയ്സ്ചർ കണ്ടന്റ്. ഇനി രണ്ടാമത്തെ വേരിയന്റ് ആണ്
reheat Rankine cycle where the steam expands partially and is reheated and further expanded again. ആദ്യം ഒരു പോർഷൻ വരെ എക്സ്പാൻഡ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ റീഹീറ്റ് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ടർബൈനിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ടർബൈൻ വർക്ക്, reduces the moisture at final stage. ഓക്കെ, ഇതാണ് നമുക്ക് റീഹീറ്റിംഗ് സൈക്കിൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഇനി മൂന്നാമത്തെ വേരിയേഷൻ ആണ് റീജനറേറ്റീവ് റാങ്കൈൻ സൈക്കിൾ. Some of steam is extracted from the turbine to heat feed water. ബോയിലറിലേക്കുള്ള ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീമിനെ ഒരു പോർഷൻ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നു ടർബൈനിൽ നിന്ന്. ദിസ് ഇൻക്രീസസ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ഓൾസോ ദ എഫിഷ്യൻസി. ഇപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്തു, അതായത് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ സൂപ്പർ ഹീറ്റിംഗ് കൂടാതെ നമ്മൾ റീഹീറ്റ് എന്താണെന്നുള്ളതും റീജനറേറ്റീവ് എന്താണെന്നുള്ളതും നമ്മളുടെ അറിവിലേക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യനിൽ സൂപ്പർ ഹീറ്റിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ റീജനറേഷനോ അല്ലെങ്കിൽ റീഹീറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡിസ്കസ് ചെയ്തത്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഫോർ സൂപ്പർ ഹീറ്റിംഗ് സൈക്കിൾ higher inlet temperature results in large enthalpy drop during expansion which results in more turbine work. അതായത് സൂപ്പർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, it is actually resulting in higher inlet temperature which is resulting in larger enthalpy drop. higher enthalpy dropലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, which results in more turbine work. അപ്പോൾ ടർബൈൻ വർക്ക് കൂടും അല്ലെങ്കിൽ ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ the increase in average temperature of heat addition results in increased efficiency. അതായത് ഹീറ്റ് ആഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് വിച്ച് ഈസ് ഓൾസോ റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. അപ്പൊ ടർബൈൻ വർക്കും ഇംപ്രൂവ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എഫിഷ്യൻസിയും ഇംപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് സൂപ്പർ ഹീറ്റിംഗ് of steam before entering for isentropic expansion Rankine cycle increases net cycle efficiency, increases work done. Option C, both A and B is the correct answer. Next question, air refrigerator works on. Air refrigerator work ചെയ്യുന്ന സൈക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. The Joule cycle also called Brayton cycle is the ideal cycle used in gas turbine, that is aircraft engine power plant. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസിലുള്ള എല്ലാ സൈക്കിൾസും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒന്നാമത്തേത് ജൂൾ സൈക്കിൾ ആണ്. ജൂൾ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, അതിനെ ബ്രേട്ടൺ സൈക്കിൾ എന്നും പറയും. ഗ്യാസ് ടർബൈനിൽ ഉപയോഗിക്കുന്ന ഐഡിയൽ സൈക്കിൾ ആണ് ഇത് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിൾ, മെയിൻലി യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് എഞ്ചിൻസ് ആൻഡ് പവർ പ്ലാന്റ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റിർലിംഗ് സൈക്കിൾ ആണ്. ഇസ് ആൻ ഐഡിയൽ ക്ലോസ്ഡ് റീജനറേറ്റീവ് സൈക്കിൾ ഇൻ വിച്ച് എ വർക്കിംഗ് ഗ്യാസ് ലൈക്ക് ഹീലിയം ഓർ എയർ ഈസ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് റിപ്പീറ്റഡ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റീജനറേറ്റർ ടു ഇംപ്രൂവ് എഫിഷ്യൻസി. എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് റീജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യും കൂൾ ചെയ്യുന്ന ഒരു ഐഡിയൽ സൈക്കിൾ ആണ് ഇത് സ്റ്റിർലിംഗ് സൈക്കിൾ. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഓട്ടോ സൈക്കിൾ ആണ്. ഓട്ടോ സൈക്കിൾ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിൾ ഫോർ പെട്രോൾ ഓർ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ്. നാലാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ബെൽ കോൾമാൻ സൈക്കിൾ ആണ്. ആൻഡ് എയർ റെഫ്രിജറേറ്റർ യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ works on a reversed Brayton or Joule cycle, that is also known as Bell-Coleman cycle, where air is compressed, cooled, expanded and used for cooling. Okay, ഇപ്പോൾ റിവേഴ്സ്ഡ് ബാറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ ബെൽ കോൾമാൻ സൈക്കിൾ ഉപയോഗിക്കുന്നത് എയർക്രാഫ്റ്റ് റെഫ്രിജറേഷനിലാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എയർ റെഫ്രിജറേറ്റർ വർക്ക്സ് ഓൺ. ഓപ്ഷൻ ഡി ബെൽ കോൾമാൻ സൈക്കിൾ is the correct answer. Next question, in case of
ഇമ്പൾസ് സ്റ്റീം ടർബൈൻ. ഇമ്പൾസ് സ്റ്റീം ടർബൈനിൽ വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? നോസിലും അതുപോലെ തന്നെ മൂവിംഗ് ബ്ലേഡിലും വെലോസിറ്റിക്ക് വരുന്ന മാറ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, എ സ്റ്റീം നോസിൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് പ്രഷർ എനർജി ഓഫ് സ്റ്റീം ഇൻടു കൈനറ്റിക് എനർജി. സ്റ്റീം നോസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് പ്രഷർ എനർജി ഓഫ് സ്റ്റീം ഇൻടു കൈനറ്റിക് എനർജി. സ്റ്റീമിലൂടെ നോസിലൂടെ പോകുമ്പോൾ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. Steam at a high pressure and moderate velocity enters the nozzle, and as it expands through the nozzle, its pressure and enthalpy drops while its velocity increases. അതായത് ഹൈ പ്രഷർ മോഡറേറ്റ് വെലോസിറ്റിയിൽ സ്റ്റീം നോസിലൂടെ എൻട്രി ചെയ്യുമ്പോൾ എന്താണ്? നോസിലൂടെ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പ്രഷറും എൻതാൽപ്പിയും എന്താണ്? കുറയുന്നു. അതേസമയം അതിന്റെ വെലോസിറ്റി കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ദ മൂവിംഗ് ബ്ലേഡ് ഓൺലി ചേഞ്ചസ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് എക്സ്ട്രാക്ട് എനർജി കോസിംഗ് വെലോസിറ്റി ടു ഡിക്രീസ്. ഇതിൽ മൂവിംഗ് ബ്ലേഡിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഓൺലി ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് എക്സ്ട്രാക്ടിങ് എനർജി. അപ്പൊ എനർജി എക്സ്ട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നു. അതുവഴി എന്താണ്? കോസിംഗ് ദ വെലോസിറ്റി ടു ഡിക്രീസ്. അപ്പോൾ in moving blades, steam transfers energy to blades resulting in a decrease of velocity. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, in the case of impulse steam turbine, velocity increases at nozzle and reduces at moving blade. Option A is the correct answer. Velocity nozzle velocity കൂടുന്നു, അതേസമയം മൂവിംഗ് ബ്ലേഡിൽ വെലോസിറ്റി കുറയുന്നു. ഓക്കെ, next question. In case of reaction steam turbine, degree of reaction is the ratio of. Reaction steam turbine എന്താണ് degree of reaction എന്നാണ് ചോദിച്ചിട്ടുള്ളത്. In a reaction steam turbine, the degree of reaction R is defined as the fraction of total enthalpy or heat drop that occurs in the moving blade compared to the total enthalpy drop in fixed and moving blade. Reaction steam turbine എന്താണ്? ഡിഗ്രി ഓഫ് റിയാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: റേഷ്യോ ഓഫ് ഹീറ്റ് ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് ഇൻ ഫിക്സഡ് പ്ലസ് മൂവിംഗ് ബ്ലേഡ്. The above equation can also be expressed in terms of pressure drop. ഇതേ സമയം നമ്മളിപ്പോൾ ഇവിടെ ഹീറ്റ് ഡ്രോപ്പ് വഴിയാണ് നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്തത്. ഇതേ തന്നെ നമുക്ക് ഹീറ്റ് ഡ്രോപ്പിന് പകരം പ്രഷർ ഡ്രോപ്പ് വെച്ചും ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ആർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഹീറ്റ് ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് എന്നതിന് പകരം പ്രഷർ ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ ഡ്രോപ്പ് എന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി റിയാക്ഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഇമ്പൾസ് ടർബൈൻ ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇമ്പൾസ് ടർബൈനിൽ ഡിഗ്രി ഓഫ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ഇഫ് R is equal to 0.5 it is Parsons reaction turbine. When R is equal to 1 it is for a Hero's reaction turbine. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ടിപ്പിക്കൽ ആണ്, ഇതെല്ലാം ഓർത്ത് വെക്കുക. R is equal to 0.5 എന്ന് പറയുമ്പോൾ പാർസൺസ് റിയാക്ഷൻ ടർബൈനിലാണ് R 0.5 വരുന്നത്. അതേസമയം ഹീറോസ് റിയാക്ഷൻ ടർബൈനിലാണ് ആറിന്റെ വാല്യൂ 1 വരുന്നത്. ഇമ്പൾസ് ടർബൈനിൽ ആറിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ഓഫ് റിയാക്ഷന്റെ ഡെഫിനിഷനാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് റിയാക്ഷന്റെ ഡെഫിനിഷനിൽ ഇത് വരുന്നത് heat drop at moving blade to total heat drop at moving and fixed blade. Option C is the correct answer. Next question. Compounding of impulse steam turbine is done. എന്തിനാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത്? സ്റ്റീം ടർബൈൻ, ഇമ്പൾസ് സ്റ്റീം ടർബൈനിൽ എന്തിനാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. In an impulse steam turbine,
Steam leaves the nozzle with a very high velocity, which would make the rotor spin at extremely high speed if used in a single stage. ഒരു ഒറ്റ സ്റ്റേജിലാണ് എക്സ്പാൻഷൻ നടക്കുന്നതെങ്കിൽ എന്താണ് steam leaves the nozzle with very high velocity, which would make the rotor to spin at extremely high speed. ഒറ്റ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഹൈ വെലോസിറ്റി കാരണം എന്താണ് റോട്ടർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ വെലോസിറ്റിയിലായിരിക്കും റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്ട്രീംലി ഹൈ വെലോസിറ്റിയിൽ റൺ ചെയ്യുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മൾട്ടിപ്പിൾ സ്റ്റേജിലേക്കായിട്ട് മാറ്റും. കോമ്പൗണ്ടിങ് ഈസ് ദ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് സ്റ്റീം എനർജി ഇൻ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സ്റ്റേജ്. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ടിങ് സ്റ്റീം എനർജി ഇൻ മൾട്ടിപ്പിൾ സ്റ്റേജ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സ്റ്റേജ്. സിംഗിൾ സ്റ്റേജിന് പകരം മൾട്ടിപ്പിൾ സ്റ്റേജിലായിട്ട് സ്റ്റീം എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. എ കോമ്പൗണ്ടഡ് ടർബൈൻ ഹാസ് സെവറൽ സെറ്റ്സ് ഓഫ് നോസിൽസ് ആൻഡ് റോട്ടേഴ്സ് അറേഞ്ച്ഡ് ഇൻ സീരീസ്. കോമ്പൗണ്ടിങ് ടർബൈനിലാണെങ്കിൽ സെവറൽ സെറ്റ്സ് ഓഫ് നോസിൽസും റോട്ടേഴ്സും ഉണ്ടാവും. ഇതെല്ലാം സീരീസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലെവൽ എക്സ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. This division allows either the steam pressure drop or the jet velocity to be absorbed gradually. അതായത് steam pressure drop ആണെങ്കിലും jet velocity ആണെങ്കിലും ഗ്രാജ്വലി ആയിട്ടാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ മൾട്ടി ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ കോമ്പൗണ്ടിങ് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കോമ്പൗണ്ടിങ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. റെഡ്യൂസസ് ദ റോട്ടർ സ്പീഡ്. സ്റ്റീം എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ സ്റ്റേജസ് which avoids excessively high rotational speed. Second one, it improves the efficiency, better energy extraction from the steam, resulting in reduced wastage. Multi-level extraction ആയതുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ട് തന്നെ എനർജി എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റേജ് റെഡ്യൂസ് ആവും. Reducing the exit losses. Velocity at exit is reduced, resulting in reduced kinetic energy loss. വെലോസിറ്റി എക്സിറ്റ് വെലോസിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ അതുവഴി നമുക്ക് കൈനറ്റിക് എനർജി ലോസും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ചോദ്യം വരുന്നത് കോമ്പൗണ്ടിങ് ഓഫ് ഇമ്പൾസ് സ്റ്റീം ടർബൈൻ ഈസ് ഡൺ ടു, എന്തിനാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നതാണ്? ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി, റെഡ്യൂസിംഗ് ദ റോട്ടർ സ്പീഡ്, to reduce the exit loss. So option D, all of the above is the correct answer. ഇനി ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടല്ല എത്ര ടൈപ്പ് കോമ്പൗണ്ടിങ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കും. കാരണം പ്രഷർ കോമ്പൗണ്ടിങ് എന്താണ്, വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടെ ചോദിച്ച് കാണാറുണ്ട്. ഇപ്പൊ വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് യൂസസ് എ സിംഗിൾ നോസിൽ വിത്ത് മൾട്ടിപ്പിൾ റോ ഓഫ് മൂവിംഗ് ബ്ലേഡ് വെയർ steam velocity is reduced in stages. It is simple but less efficient. A single nozzle with a multiple row of moving blade ആണെങ്കിൽ നമ്മൾ അതിനെ വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്ന് പറയും അല്ലെ. ഇനി അതേസമയം പ്രഷർ കോമ്പൗണ്ടിങ് ആണെങ്കിൽ it divides the total pressure drop into several stages, each having its own nozzle and moving blades and is more efficient. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് പ്രഷർ കോമ്പൗണ്ടിങ്. അവിടെ എന്താണ്, ടോട്ടൽ പ്രഷർ ഡ്രോപ്പിനെ പല സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള നോസിലും കറസ്പോണ്ടിങ് മൂവിംഗ് ബ്ലേഡ്സും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. ഇനി മൂന്നാമത്തേതാണ് പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടിങ്. ഇറ്റ് കമ്പൈൻസ് ബോത്ത് മെത്തേഡ്സ്, റെഡ്യൂസിങ് പ്രഷർ ഇൻ സ്റ്റേജസ് ആൻഡ് വെലോസിറ്റി വിത്ത് ഈച്ച് സ്റ്റേജ്. അതായത് കമ്പൈൻ, ഈ രണ്ടും പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി കോമ്പൗണ്ടിങ് കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള മെത്തേഡാണ് ഇത് പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടിങ്. റെഡ്യൂസിങ് പ്രഷർ ഇൻ സ്റ്റേജസ് ആൻഡ് വെലോസിറ്റി വിത്തിൻ ഈച്ച് സ്റ്റേജ്. അതായത് നമുക്ക് മൂന്ന് ടൈപ്പ് കോമ്പൗണ്ടിങ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് ടർബൈൻസ് വർക്ക് ബേസ്ഡ് ഓൺ. ഗ്യാസ് ടർബൈൻ ഏത് സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ ഇതും നമുക്ക് ഓപ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരോ സൈക്കിളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്യാസ് ടർബൈൻ ഓപ്പറേറ്റ് ഓൺ എ സൈക്കിൾ വേർ എയർ ഈസ് കംപ്രസ്ഡ്, ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, expanded in turbine
and then heat is rejected, and this is known as Brayton or Joule cycle. നമുക്കറിയാം ഗ്യാസ് ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബ്രേട്ടൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിളിലാണ്. എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എയർ ഈസ് കംപ്രസ്ഡ് ഐസെൻട്രോപിക്കലി in the compressor. Heat is added at constant pressure in the combustion chamber. Expansion occurs isentropically in the turbine. Heat is rejected at constant pressure to complete the cycle. ഈ 4 പ്രോസസ്സാണ് നമുക്ക് ഗ്യാസ് ടർബൈൻ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിളിൽ വരുന്നത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഗ്യാസ് ടർബൈൻസ് വർക്ക് ഓൺ ഓപ്ഷൻ എ ജൂൾ സൈക്കിൾ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ബ്രേട്ടൺ സൈക്കിൾ ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളതെങ്കിൽ അതും കറക്റ്റ് ആണ്. ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിൾ രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർകൂളർ ഇൻ എ ഗ്യാസ് ടർബൈൻ. ഇന്റർകൂളർ എന്താണ് ചെയ്യുന്നത് ഗ്യാസ് ടർബൈനിൽ എന്നാണ് ചോദ്യം. ഇൻ എ ഗ്യാസ് ടർബൈൻ an intercooler is placed between stages of compression to cool the air before it enters the next compressor stage. അതായത് മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ എന്താണ് ഇന്റർകൂളർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സ്റ്റേജസ് ഓഫ് കംപ്രഷൻ ടു കൂൾ ദ എയർ ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ദ നെക്സ്റ്റ് കംപ്രസർ. കണ്ടിന്യൂസ് ആയിട്ടുള്ള കംപ്രഷൻ അല്ല, സ്റ്റേജ് ബൈ സ്റ്റേജ് കംപ്രഷനിടയിൽ എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ഇത് ഇന്റർകൂളിംഗ് മെക്കാനിസം. Cooling reduces the work required for compression since cooler air is denser and easier to compress. അപ്പൊ എയറിനെ കൂൾ ചെയ്യുന്നത് വഴി അതെന്താവുന്നുണ്ട്, കൂടുതൽ ഡെൻസർ ആവുന്നുണ്ട്. അപ്പൊ ഡെൻസർ ആയിട്ടുള്ള എയർ കൂൾ ചെയ്യാൻ കംപ്രസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ എളുപ്പമാണെന്നുള്ള അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഓഫ് കംപ്രഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്റർകൂളിംഗ് ചെയ്യുന്നത്. ദിസ് ലീഡ്സ് ടു ഹയർ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ സൈക്കിൾ. അതായത് നമ്മുടെ വർക്ക് ഇൻപുട്ട് കുറയുകയാണെങ്കിൽ എന്താണ്, ദ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം വിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് വിൽ ബി ലീഡിങ് ടു ഹയർ നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. സിൻസ് ഇറ്റ് ലോവേഴ്സ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ, തെർമൽ എഫിഷ്യൻസി ഈസ് റെഡ്യൂസ്ഡ്. ഇവിടെ നമുക്ക് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് മാത്രമാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. തെർമൽ എഫിഷ്യൻസി വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, തെർമൽ എഫിഷ്യൻസി ഈസ് റെഡ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് തെർമൽ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ലോവേഴ്സ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ ലീഡിങ് ടു ദ റെഡ്യൂസ് ഇൻ തെർമൽ എഫിഷ്യൻസി അൺലെസ് കമ്പൈൻഡ് വിത്ത് റീഹീറ്റിംഗ്. അതായത് റീഹീറ്റിങ്ങോ റീജനറേഷനോ ഒന്നും ഇല്ലാതെ ഇന്റർകൂളിംഗ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഹയർ നെറ്റ്വർക്ക് ഔട്ട്പുട്ട് ബട്ട് ഇറ്റ് വിൽ റെഡ്യൂസ് ദ തെർമൽ എഫിഷ്യൻസി. ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി reduce the efficiency is the correct answer. ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് തെർമൽ അതുപോലെ തന്നെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു.